വി.ഡി. സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി എന്ന ഫ്ലെക്സ് വെച്ച് പ്രവർത്തകർ. കുണ്ടറ എഴുകോൺ മണ്ഡലം അമ്പലത്തുംകാല 108 ബൂത്തംഗങ്ങളാണ് വി.ഡി. സതീശന് അനുകൂലമായി മുഖ്യമന്ത്രിയാകണമെന്ന ഫ്ലെക്സ് സ്ഥാപിച്ചത്. എഴുകോൺ മണ്ഡലം അമ്പലത്തുംകാല 108 ബൂത്തംഗങ്ങളാണ് വി.ഡി. സതീശന് അനുകൂലമായി മുഖ്യമന്ത്രിയാകണമെന്ന് ഫ്ലെക്സ് സ്ഥാപിച്ച് പിന്തുണയറിയിച്ചത്. കൂട്ടമായി എത്തിയ പ്രവർത്തകർ ജംഗ്ഷനിൽ ഫ്ലെക്സ് വെച്ച ശേഷം മുദ്രാവാക്യം വിളിച്ചു. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ഷാജി അമ്പലത്തുംകാല, ബൂത്ത് പ്രസിഡന്റ് അലക്സ് പേട്ടവിള, വാർഡ് പ്രസിഡന്റ് കെ.വൈ. സണ്ണി, മുതിർന്ന നേതാവായ മാത്യു ഉമ്മൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അമ്പലത്തുംകാല ബൂത്ത് കമ്മിറ്റിയുടെ തീരുമാനവും ജനവികാരവും ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും ഈ വിജയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വി.ഡി. സതീശനാണ്. അതുകൊണ്ട് വി.ഡി. സതീശന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എഴുകോൺ മണ്ഡലത്തിലെ അമ്പലത്തുംകാല ബൂത്ത് കമ്മിറ്റി 108 അംഗ ബൂത്ത് കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തകരും ഒന്നടങ്കമുള്ള ഒരു അഭിപ്രായമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു വികാരമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും, അതായത് 140 മണ്ഡലങ്ങളും അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് വോട്ട് പിടിച്ച ഒരു വ്യക്തിയാണ് ശ്രീ വി.ഡി. സതീശൻ. എല്ലാ മത നേതാക്കന്മാര് എന്ത് പറഞ്ഞെങ്കിലും അവരെയെല്ലാം ഒരു ജാതീയ സ്പർദ്ധയോ ഒന്നുമില്ലാതാണ് ആ കക്ഷി. എല്ലാരും ചീത്ത വിളിച്ചാലൊന്നും പുഞ്ചിരിയോടുകൂടെ സ്നേഹിച്ച് സശ്രദ്ധം വീക്ഷിച്ചാണ് ഈ 140 നിയോജക മണ്ഡലങ്ങളിലും 102 UDF സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കാൻ ആ പുള്ളിക്ക് കഴിഞ്ഞുവെങ്കിൽ ആ CM-ന്റെ കസേരയ്ക്ക് യോഗ്യൻ ശ്രീ വി.ഡി. സതീശൻ തന്നെയാണ്. ആണയിട്ട് പറയുന്നത് 101% ആണയിട്ട് പറയുന്നു. കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ഇതോടൊപ്പം കേരളത്തോടൊപ്പം മറ്റ് ജില്ലകളിലും ഇലക്ഷൻ നടന്നു. എത്ര സ്ഥാനാർത്ഥികളെ അവർ ജയിപ്പിച്ചെന്നിവിടെ കാണിച്ചിട്ട് വേണം ഇവിടെ വന്ന് കസേരയ്ക്ക് വടംവലി കൂടാൻ. അതുപോലെ രമേശ് ചെന്നിത്തലയിൽ നമ്മൾ താഴ്ത്തി പറയുകയല്ല. പുള്ളി നല്ലൊരു സീനിയറായ ഒരു പ്രവർത്തകനാണ്. ആഭ്യന്തര മന്ത്രിയായിട്ടൊക്കെ ഇരുന്നത് അതെല്ലാം നമുക്കറിയാവുന്ന കാര്യം. എന്തായാലും പുള്ളി 5 വർഷം പ്രതിപക്ഷത്തായിരുന്നു. എന്നിട്ട് 43 സീറ്റാണ് അതിനുശേഷം 5 വർഷം ലഭിച്ചത്. അതിനുശേഷമാണ് ACC തീരുമാനമെടുത്തത് പ്രതിപക്ഷ നേതാവായിട്ട് വി.ഡി. സതീശൻ വരട്ടെ എന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരാളാണ്. ആ പുള്ളിയെ മുഖ്യമന്ത്രിയാക്കണം. പുള്ളി വന്നതിന് ശേഷമാണ് കോൺഗ്രസ് ഉണർന്നത്. അതുകൊണ്ട് പുള്ളിയെ മുഖ്യമന്ത്രിയാക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം.